സമ്പന്ന വ്യവസായികളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഏക മലയാളി. 1990 കാലഘട്ടത്തിൽ 2500 കോടിയുടെ വിറ്റുവരവുമായി ഇലക്ട്രോണിക് വിപ്ലവം തീർത്ത കോടീശ്വരൻ. പാലക്കാട് നിന്നും ആരംഭിച്ച സംരംഭം ഇന്ത്യയാകെ വളർത്തി വലുതാക്കിയ അദ്ദേഹം കേരളത്തിലെ തൻ്റെ സംരംഭം അടച്ചുപൂട്ടുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. തൊഴിലാളി സമരങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്തിക്കൊണ്ടേയിരുന്നു. കണ്ണൂരിലെ കോടിയേരിയിൽ നിന്ന് ഇന്ത്യയാകെ വളർന്നു വന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിനുടമയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിൻ്റെ മണ്ണ് വ്യവസായ സംരംഭത്തിന് അനുയോജ്യമല്ലെന്നൊരു പറച്ചിൽ പൊതുവേ ഉണ്ടല്ലോ. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ കോടീശ്വരന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ ആ കൂട്ടത്തിലെ മലയാളികളെ കാണുവാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമല്ലേ? ആ കൂട്ടത്തിൽ നമുക്കേറെ ഇഷ്ടമുള്ള വ്യക്തിയാണ് MA യൂസഫ് അലി. ഇന്ത്യൻ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച അദ്ദേഹത്തിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് ആ ഇടം സ്വന്തമാക്കിയ ഒരു മലയാളി വ്യവസായി ഉണ്ട്. ഇന്ത്യൻ സമ്പന്നന്മാരിൽ മലയാളികൾ കടന്നു വരാത്ത കാലത്ത് 2500 കോടി ആസ്തിയുമായി അദ്ദേഹം ആ ഇടം സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് TPG നമ്പ്യാർ. കണ്ണൂരിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലേക്ക് വളർന്നു വന്ന ഒരു സംരംഭകൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് നമുക്കത്ര പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര് നമുക്ക് പരിചയം കാണും. അതിൻ്റെ പേരാണ് BPL. എല്ലാ വീട്ടിലും കറണ്ട് എത്തുകയും മനുഷ്യൻ ഇലക്ട്രോണിക്സിലേക്ക് തിരിയുകയും ചെയ്ത കാലത്താണ് BPLുമായി അദ്ദേഹം മലയാളിയുടെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ വ്യാവസായിക രംഗത്തെ അതികായനായിരുന്നു ഈ TPG നമ്പ്യാർ. വടക്കേ മലബാറിൽ ജനിച്ച് രാജ്യത്തെ വൻകിട വ്യവസായികളിൽ ഒരാളായി മാറിയ BPL കമ്പനിയുടെ സ്ഥാപകൻ. 1963 പ്രിസിഷൻ പാനൽ മീറ്ററുകൾ നിർമ്മിച്ച് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ച BPL വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഇലക്ട്രോണിക് ഗൃഹോപകരണ വിപണി കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു. ഗ്യാസ് സ്റ്റൗ മുതൽ ടെലിവിഷൻ വരെ, പേജറുകൾ മുതൽ സെല്ലുലാർ സർവീസ് വരെ, അങ്ങനെ നീണ്ടു BPLന്റെ വൈവിധ്യം. ആരായിരുന്നു ഈ TGP നമ്പ്യാർ എന്ന് പറയാം. കോടിയേരി അംശത്തിലെ താഴത്ത് പുല്ലായിക്കുടി ഗോപാലൻ നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഈ പേരിന്റെ ചുരുക്കമായിരുന്നു TPG നമ്പ്യാർ. ഇടജന്മിമാരുടെ കുടുംബത്തിൽ രായപ്പൻ നമ്പ്യാരുടെയും ദേവികയമ്മയുടെയും മകനായി 1929 അദ്ദേഹത്തിന്റെ ജനനം. സ്കൂൾ പഠനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹവും. നാട്ടിലെ പഠനത്തിന് ശേഷം ലണ്ടനിലെ നാഷണൽ കോളേജിൽ നിന്ന് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷനിൽ ഡിപ്ലോമയെടുത്ത TPG നമ്പ്യാർ ഏറെക്കാലം ലണ്ടനിൽ തന്നെ ജോലി ചെയ്തു. UK-യിലെ വർക്ക്സ് ഓഫ് ടെമ്പറേച്ചർ ലിമിറ്റഡിൽ ആപ്ലിക്കേഷൻസ് ആൻഡ് സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനിടെ അമേരിക്കൻ റേഡിയേറ്റർ ആൻഡ് സ്റ്റാൻഡേർഡ് സാനിറ്ററി കോർപ്പറേഷൻ TPG നമ്പ്യാരെ സാങ്കേതിക പരിശീലന കോഴ്സിനായി തിരഞ്ഞെടുത്തു. പരിശീലനത്തിന് ശേഷം അമേരിക്കയിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയറായി 2 വർഷത്തോളം ജോലി നോക്കി. പിന്നീട് വീണ്ടും ലണ്ടനിലെത്തി. അവിടെ നിന്ന് പഴയ ബോംബെയിലേക്കും. ലണ്ടനിലും അമേരിക്കയിലും ജോലി ചെയ്ത് നേടിയ പരിചയ സമ്പത്തും ആത്മവിശ്വാസവും കൈമുതലാക്കിയാണ് TPG നമ്പ്യാർ 1962 ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് എന്ന കമ്പനി ഏറ്റെടുക്കുന്നത്. പിന്നീടത് ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി. BPL ഏറ്റെടുത്തതോടെ പാലക്കാട്ടാണ് TPG നമ്പ്യാർ കമ്പനിയുടെ ഫാക്ടറി ആരംഭിക്കുന്നത്. 1963 ഹെർമെറ്റിക് സീൽഡ് പാനൽ മീറ്ററുകൾ നിർമ്മിച്ചുകൊണ്ട് TPG നമ്പ്യാരുടെ കീഴിൽ BPL പ്രവർത്തനം തുടങ്ങി. വ്യവസായത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത സാധാരണ ജനങ്ങൾ മാത്രം കഴിയുന്ന പാലക്കാട് ഇത്തരമൊരു സംരംഭം കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന് ചില ഗൂഢ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് വലിയ ദൂരമുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് പാലക്കാടൻ മണ്ണ് അദ്ദേഹം വ്യവസായത്തിന് പരിഗണിച്ചത്. കമ്പനിയിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ കോയമ്പത്തൂരിൽ നിന്നും എളുപ്പം കൊണ്ടുവരാനുള്ള സൗകര്യമായിരുന്നു പാലക്കാടേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത്. ഇംഗ്ലണ്ടിലെ BPL കമ്പനിയുമായി ചേർന്നായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഉപകരാർ ലഭിച്ചതോടെ ഇന്ത്യൻ സൈന്യത്തിനായി ഹെർമെറ്റിക് സീൽഡ് പാനൽ മീറ്ററുകൾ BPL നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇവിടെ കൊണ്ടൊന്നും നിന്നില്ല. മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്തേക്കും BPL എത്തി. ECG മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയവ നിർമ്മിച്ചായിരുന്നു ആരോഗ്യരംഗത്തെ BPLന്റെ തുടക്കം. എന്നാൽ സാരഥി കണ്ട സ്വപ്നം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നതായിരുന്നില്ല. യൂറോപ്പിലൊക്കെ ടെലിവിഷൻ എത്തിയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ കടന്നുവരവ് വളരെ മെല്ലെയായിരുന്നു. 1985 ദൂരദർശനിലൂടെ നമ്മൾ ലോകം കണ്ടു തുടങ്ങുന്നത്. എന്നാൽ 1982 ഏഷ്യൻ ഗെയിംസിന് പിന്നാലെ തന്നെ BPL ടെലിവിഷൻ നിർമ്മാണ രംഗത്തേക്ക് കടന്നു ചെന്നു.
പലരും ടി വിയുടെ ലോകത്തേക്ക് ആകൃഷ്ടരാകുന്ന കാലഘട്ടം കൂടിയാണത്. അന്ന് വീടുകളിൽ വാങ്ങിയ ടിവികളിൽ മിക്കവരും BPL എന്ന പേര് കൂടി ഉണ്ടായിരുന്നു. ടെലിവിഷനുകളിലും VCRകളും ഹിറ്റായതോടെ BPL ഇലക്ട്രോണിക്സ് വിപണിയിൽ വൻ കുതിപ്പാണ് ഉണ്ടാക്കിയത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, മൈക്രോവേവ് ഓവൻ, ഗ്യാസ് സ്റ്റൗ തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പേജറുകളും സെല്ലുലാർ സർവീസും BPLൽ നിന്ന് വിപണിയിലേക്ക് എത്തി. പെട്ടെന്നായിരുന്നു ഗൃഹോപകരണ രംഗത്തെ വളർച്ച സംഭവിച്ചത്. അപ്പോഴേക്കും ആശയവിനിമയ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാവി മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിലാണെന്ന തിരിച്ചറിവിൽ 1994 BPL മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത്. 1995 BPL മൊബൈൽ നെറ്റ്വർക്ക് പ്രവർത്തനക്ഷമമായി. TPGയുടെ മരുമകനായ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു BPL മൊബൈൽ സ്ഥാപിച്ചത്. 2005 രാജീവ് ചന്ദ്രശേഖർ BPL കമ്മ്യൂണിക്കേഷനിലെ തൻ്റെ 64% ഓഹരികളും SR ഗ്രൂപ്പിന് വിൽക്കുകയും ചെയ്തു. പ്രവർത്തനം തുടങ്ങിയ വർഷം 10 ലക്ഷം രൂപ വിറ്റുവരവുണ്ടായിരുന്ന BPL 90കളുടെ അവസാനമായപ്പോഴേക്കും ഏതൊരു ബിസിനസ് സാമ്രാജ്യവും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളരാൻ ആരംഭിച്ചു. 2500 മുതൽ 4300 കോടി വരെ ലാഭത്തിലേക്ക് കമ്പനി വളർന്നു വന്നു. രാജ്യത്തെ 300 നഗരങ്ങളിലായി 3500ലേറെ ഡീലർമാരുമായി BPL പടർന്നു പന്തലിച്ച കാഴ്ചയാണ് പിന്നീട് ഇന്ത്യ കണ്ടത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി 118 BPL ഗാലറികളും 500ലേറെ സർവീസ് സെന്ററുകളും കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. മത്സരം അനുദിനം വളർന്നതോടെ പരസ്യരംഗത്ത് സജീവമായിക്കൊണ്ട് കമ്പനിയെ വളർത്താനായിരുന്നു BPLന്റെ തീരുമാനം. അങ്ങനെ TV പരസ്യങ്ങളിലും BPL എത്തി തുടങ്ങി. ബിസിനസ് ടുഡേയുടെ സർവേയിൽ രാജ്യത്തെ മികച്ച പരസ്യ ക്യാമ്പയിൻ പദവി BPL തന്നെ സ്വന്തമാക്കി. അവിടെയും തിളങ്ങുകയായിരുന്നു BPL. എന്നാൽ വെറും പരസ്യം മാത്രമായിരുന്നില്ല, ഗുണമേന്മയിലും ഉൽപ്പന്നങ്ങളുടെ നിലവാരത്തിലും കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കമ്പനിയെ വളർത്തിയതെന്നായിരുന്നു TPG നമ്പ്യാർ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. 1991 കാലഘട്ടത്തിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും അന്നത്തെ സാമ്പത്തിക വിദഗ്ധനും പിന്നീട് പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗുമായി ചേർന്ന് രാജ്യത്ത് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ നടപ്പിലാക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്കായി ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയായിരുന്നു അതിലൂടെ. ഉദാരവൽക്കരണത്തോടെ വിദേശ കമ്പനികൾ ഇന്ത്യയിലെത്തി തുടങ്ങി. അപ്പോഴേക്കും BPL ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും ഒന്നും ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. ജപ്പാനിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനിയായ സാനിയോയുമായി കൈകോർത്ത് BPL വിപണിയിൽ ചലനമുണ്ടാക്കി. ടെലികോം രംഗത്ത് മോട്ടറോള അടക്കം BPLന്റെ പങ്കാളികളായി മാറി. പാലക്കാട്ട് നിന്നാണ് തുടക്കമെങ്കിലും BPLന്റെ ആസ്ഥാന മന്ദിരം ബാംഗ്ലൂരായിരുന്നു. രാജ്യമാകെ കമ്പനി വളർന്നു പന്തലിച്ചുവെങ്കിലും പാലക്കാട് സംഭവിച്ചത് മറ്റൊരു കഥയാണ്. കമ്പനിയിലെ ജനങ്ങൾ അപ്പോഴേക്കും സമരം ആരംഭിച്ചിരുന്നു. ഇതോടെയാണ് അദ്ദേഹത്തിന് ആ താല്പര്യം നഷ്ടമായതെന്നാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. കേരളം സ്വന്തം നാടാണെങ്കിൽ പോലും അവിടെ വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട്ടെ ഫാക്ടറിയിൽ തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ ഫാക്ടറി പൂട്ടിയിട്ടിട്ടാണ് TPG നമ്പ്യാർ പ്രതികരിച്ചത്. കമ്പനി പൂട്ടിയതോടെ തൊഴിലാളികൾ പ്രയാസത്തിലായി. പിന്നാലെ സമരം അവസാനിക്കുകയും ചെയ്തു. ഇതോടെ നമ്പ്യാർ കമ്പനി വീണ്ടും തുറന്നു നൽകി. കേരളത്തിൽ മറ്റൊരു വ്യവസായ സംരംഭം തുടങ്ങാൻ അദ്ദേഹം താല്പര്യം കാണിക്കാതിരുന്നതും ഈ അനുഭവം കൊണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ എല്ലാത്തിനും സംഭവിക്കുന്നത് പോലെ ചില പ്രശ്നങ്ങൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ രംഗത്ത് വൻകിട കമ്പനിയായി വളർന്നെങ്കിലും വിപണിയിലെ കിടമത്സരവും കുടുംബ പ്രശ്നങ്ങളും BPLനെ തളർത്തി. ഇലക്ട്രോണിക്സ് വിപണിയിൽ കൊറിയൻ കമ്പനികൾ ആധിപത്യം ഉറപ്പിച്ചതോടെ BPLന്റെ പ്രതാപം നഷ്ടമായി. BPL മൊബൈലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. തങ്കം നമ്പ്യാരാണ് TPG നമ്പ്യാരുടെ ഭാര്യ. മക്കൾ അജിത് നമ്പ്യാരും അഞ്ജു നമ്പ്യാരും. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മീന എന്നിവരാണ് മരുമക്കൾ. മകളും മകനും മരുമകനായ രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു TPG നമ്പ്യാരുടെ BPLൽ പിന്നീട് പലവിധ ചുമതലകൾ വഹിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 30 തൻ്റെ 96ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. മലയാളികൾ ഉള്ളിടത്തോളം കാലം മലയാളത്തിൽ നിന്ന് ഇന്ത്യ ആകെ വളർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയ ആ മഹാപ്രതിഭ എന്നും ഓർമ്മിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കണേ.